നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മോന്റെ ഡോക്ടർ എന്നുണ്ട്. ഇവനാണെങ്കിൽ വീണ്ടും കഫക്കെട്ടിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാ ഇന്ന് തന്നെ പോവാന്ന് വെച്ചാൽ. ആ ശരി മോളെ. അല്ല അപ്പൊ ചീരൂടെ തനിച്ചാവില്ലേ മോളെ? അതിനെന്താച്ചാ, ഇതെന്റെ വീടല്ലേ. ഞാനിപ്പൊ തയ്യലും കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സമയം പോവാൻ അത് മതി. എന്നാലും പോണ വഴിക്ക് ഞാൻ സരോജനയുടെ വീട്ടിൽ കയറി പറഞ്ഞേക്കാം ഇങ്ങോട്ടൊന്ന് വരാൻ. അവക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ ഒന്നിരിക്കട്ടെ. എന്നാ ശരി, നമുക്ക് ഇറങ്ങിയല്ലോ. അതെ, ജംഗ്ഷനിൽ നിന്ന് ഇപ്പൊ ഒരു ബസ്സുണ്ട്. പെട്ടെന്ന് ഇറങ്ങി ബസ് പോകും. പോയിട്ട് വരാം മോളെ. പോയിട്ട് വരാം മോളെ. ശരി അച്ഛാ. മോള് പിടിച്ചു. ഞാൻ ഈ കുടയും കൂടി എടുക്കട്ടെ. എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു, എന്നിട്ട് ഇതുവരെ വക്കീൽ വന്നില്ലല്ലോ. ധൃതി പിടിക്കാതെ ഇന്ദ്ര, അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. അതെ, അത് മാത്രമല്ല, നമ്മൾ ആവശ്യക്കാര്, അത് മറക്കണ്ട. ഓ, ദേ വക്കീല് വന്നു. ഇയാളാണോ അമ്മ പറഞ്ഞ വക്കീല്? ഇയാള് വക്കീലൊന്നുമല്ല, ഗുമസ്തനാ. ലോ കോളേജിന്റെ പടി പോലും ഇയാൾ കണ്ടിട്ടുണ്ടാവില്ല. അയ്യോ, ചതിച്ചോ? ഇവനെ ഞാൻ വെറുതെ വിടില്ല. എന്തൊക്കെയായിരുന്നു ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് വലിയ ചതിയായി പോയി. നീ വാഹർഷേ, നമുക്ക് ചെന്ന് രണ്ട് വർത്താനം പറയണം. നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നേ? ഇത്രയും വലിയ ചതി നമ്മളോട് ചെയ്ത അവനോട് രണ്ട് വർത്താനം പറയാൻ? എന്റെ അമ്മേ, ഇത് കോടതിയാ, സൂക്ഷിച്ചിടപെടണം. ഇവിടെ കിടന്ന് അലമ്പ് കാണിച്ചാലേ ജയിലിൽ കിടക്കേണ്ടി വരും. ഓ, പിന്നെ നമ്മൾ എന്ത് വേണം നേന്ദ്രൻ പറയുന്നേ? അതെ, എല്ലാം ക്ഷമിച്ച് മിണ്ടാതിരിക്കണോ? അതിനെനിക്ക് പറ്റില്ല. പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി അവനോട് സംസാരിച്ചോളാം. അതെ, പേടിക്കേണ്ട സ്ഥലത്ത് പേടിക്കുക തന്നെ വേണോ അമ്മേ? അമ്മ ഒന്ന് സമാധാനിക്കേ. അയാൾ ഒറ്റയ്ക്ക് ഇറങ്ങി വരുമല്ലോ, അപ്പൊ നമുക്ക് ചോദിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുന്നതാ ബുദ്ധി. എന്നാലും അയാള് നമ്മളോട് എന്ത് ചതിയാ കാണിച്ചത്? ആന്റി വിഷമിക്കാതെ, ഇന്ദ്രൻ പറഞ്ഞതുപോലെ അയാള് വരട്ടെ, നമുക്ക് സംസാരിക്കാം. മാഷിന് ഇപ്പോഴും മക്കളുടെ കാര്യത്തിൽ വലിയ കരുതലാ. എനിക്ക് സമയം ഉണ്ടായിട്ടല്ല, ആ മനുഷ്യൻ പറഞ്ഞതുകൊണ്ട് മാത്രം കുറച്ചു സമയം ഞാനിവിടെ വന്ന് ഇരിക്കാന്ന് വിചാരിച്ചത്. അച്ഛനിപ്പോ പണ്ടത്തേക്കാ പേടിയാണെന്ന് തോന്നുന്നു. ഞങ്ങള് കുട്ടികളായിരുന്നപ്പോ ആരെയും തനിച്ചിരിക്കാൻ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. അച്ഛൻ ഇപ്പോഴും അതേ രീതി തന്നെ തുടരുന്നത് കാണുമ്പോ തമാശ തോന്നുക. മക്കൾ എത്ര വളർന്നാലും സ്നേഹമുള്ള അച്ഛന്റെ അമ്മയുടെ മനസ്സില് അവരെന്നും കുട്ടികൾ തന്നെയായിരിക്കും. ആരോ വന്നല്ലോ ചേച്ചി, ഞാൻ നോക്കാം. ആ സത്യ, നീയോ? മോളെ സത്യം. അല്ല, ചിരുവിന് ഡ്രസ്സൊക്കെ തയ്ക്കാൻ അറിയോ? പഠിച്ചെടുക്കാൻ നോക്കുക.
സത്യേട്ടൻ വാങ്ങി തന്ന നല്ലൊരു ജോലി ഞാൻ കളഞ്ഞില്ലേ. ഇനി സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനേ പറ്റൂ. അല്ല, മക്കൾ കുറച്ചൊന്ന് വളരുന്നവരെ വീട്ടിലിരുന്നുള്ള ജോലി തന്നെയാണ് നല്ലത്. അവരുടെ കാര്യങ്ങൾ നോക്കാമല്ലോ. മക്കളിപ്പോ എന്റെ കൂടെ ഇല്ല സത്യേട്ടാ. അവരെ ഞാൻ അവരുടെ അച്ഛനെ വിട്ടുകൊടുത്തിരിക്കും. സത്യനിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പറഞ്ഞതുപോലെ ഞാൻ മര്യാദ മറന്നു. വാ സത്യേട്ടാ, ഇരിക്കെ. ആ, പിന്നെ ബാക്കിയുള്ളവർക്ക് എവിടെ ചേരൂ? ഞാൻ ഏട്ടൻ പറഞ്ഞിട്ട് ഏട്ടത്തി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അയ്യോ, ഏട്ടത്തി മോനെ കൊണ്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ സത്യേട്ടാ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്കോ? വീട്ടിലേക്കല്ല, വിച്ചുമോന്റെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. വിച്ചുമോൻ എന്ത് പറ്റി? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ മാസം അവന് ചെക്കപ്പ് ഉണ്ടല്ലോ. അച്ഛനും അമ്പിളി ചേച്ചിയും രഘുവേട്ടനെ കാണാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ടായിരുന്നു. സിറ്റി വരെ അവരും കൂടെ ഉണ്ടാവുമല്ലോ എന്നോർത്ത് ചേച്ചിയും ഇറങ്ങിയതാ. ആ, ആ. ഏടത്തി ഒന്ന് വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോനിത് കഴിക്കേട്ടോ, ഞാൻ പെട്ടെന്ന് ചായ കൊണ്ടുവരാം. ശരി. എന്നാലും ആ സുന്ദർ ഇത്രയും വലിയ കള്ളനായിരുന്നല്ലോ. ഹ, ഗുമസ്തനെ വക്കീലിന്റെ വേഷം കെട്ടിച്ചു കൊണ്ടുവരാൻ അവൻ എങ്ങനെ തോന്നി? ആ, ഒന്നും പറയണ്ട. അനുവല്ലേ അത്? അവളെന്താ കുഞ്ഞിനെയും കൊണ്ട് ഈ നേരത്തെ ഇവിടെ? ഇനി മോനെന്തെങ്കിലും... അമ്മേ, ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ടാ? ഒരു അത്യാവശ്യമുണ്ട്, വന്നിട്ട് പറയാം. അല്ല, എന്താ ഇത്ര അത്യാവശ്യം? പറഞ്ഞിട്ട് പൊക്കൂടെ? പറയാന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങോട്ടാ? ഇവനിതെന്താ പറ്റിയത്? ആ, ഫോൺ കോൾ ഒന്നും വന്നില്ലല്ലോ. പിന്നെന്താ പറ്റിയത്? എന്റെ മക്കളിപ്പോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കഴിക്കുക സത്യേട്ടാ. വേണ്ട, ചായ മതി. ഞാൻ എന്താ ചേരു ചെയ്യേണ്ടത്? ഇന്ദിരാടൻ അനുവദിക്ക് കൊടുക്കാൻ തന്ന പണം ഞാൻ ഇവിടെ ഏൽപ്പിക്കട്ടെ? അത് വേണ്ട സത്യേട്ടാ. ചേച്ചിക്ക് മോനും കൊടുക്കുന്ന ആനുകൂല്യല്ലേ, അത് വാങ്ങി ജീവിക്കാൻ ചേച്ചി ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ? മാത്രല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ അച്ഛന്റെ അഭിപ്രായം ചോദിച്ചിട്ടേ ചേച്ചി തീരുമാനം എടുക്കൂ. ശരിയാ. ഏട്ടൻ നേരിട്ട് വന്ന് ഏട്ടത്തിക്കും മോനും പൈസ കൊടുക്കുന്ന പോലെ അല്ലല്ലോ. ഏട്ടനോട് ഞാൻ പറഞ്ഞതാ ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. ഇനി ഏട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ ഇറങ്ങുക ചേരൂ. വന്നത് വെറുതെ ആയില്ലേ? എന്ന് പറയാൻ പറ്റില്ല. ചിരുനെ കാണാൻ കഴിഞ്ഞല്ലോ.